കോൺഗ്രസ് വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 100 വാർഡുകളുള്ള കോർപ്പറേഷനിൽ കോൺഗ്രസിലാകെ 8 കൗൺസിലർമാരേ ഉള്ളൂ. കോൺഗ്രസിനെ ബൂസ്റ്റ് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കാനും കെ മുരളീധരൻ തിരിച്ച് തിരുവനന്തപുരം ബേസ് ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലുള്ള ഏതെങ്കിലും ഒരു വാർഡിൽ നിന്ന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ മത്സരിച്ചാൽ വലിയ തോതിൽ വോട്ട് ഷെയർ വർദ്ധിക്കും എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുരളീധരൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. മുരളീധരൻ മറ്റൊരു കാര്യം കൂടി ഉറപ്പിച്ചിട്ടാണ് അത്തരം ഒരു നീക്കത്തിന് തയ്യാറാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള അറ്റകൈ ശ്രമം കൂടിയാണ് ഇത് എന്ന് തന്നെയാണ് അണിയറയിൽ സംസാരമുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കറിയാം BJP ആണ് നിലവിൽ പ്രതിപക്ഷത്തുള്ളത്. അവർക്ക് 36ഓളം കൗൺസിലർമാരുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിലേക്ക് BJP അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. തിരുവനന്തപുരവും തൃശ്ശൂരും ഈ 2 കോർപ്പറേഷനുകളിലാണ് BJP അധികാര നോട്ടം ഇട്ടിരിക്കുന്നത്. ഈ 2 കോർപ്പറേഷൻ സെഗ്മെൻറ്റിലും മൊത്തത്തിൽ നോക്കിയാൽ BJPക്ക് തന്നെയാണ് ഏറ്റവും വലിയ ലീഡ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഷെയർ അടിസ്ഥാനമാക്കി നമുക്കൊരിക്കലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറിനെ പ്രവചിക്കാൻ കഴിയില്ല. 2 വളരെ വ്യത്യസ്തമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണാണ്. എന്നാൽ കൂടി ചെറിയ രീതിയിലുള്ള ആശങ്ക പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. അത് ദൂരീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം വട്ടിയൂർക്കാവിലെ ഏറ്റവും ജനകീയനായ കോൺഗ്രസിൻ്റെ നേതാവ് കെ മുരളീധരൻ തന്നെയാണ്. 2011 മണ്ഡലം രൂപീകരിക്കപ്പെട്ടപ്പോൾ 16,167 വോട്ടുകൾക്ക് ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവ് എന്ന പുതിയ മണ്ഡലത്തിൽ വിജയം നെയ്തെടുത്തത്. 2016 കുമ്മനം രാജശേഖരനെ 7,622 വോട്ടുകൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ടാണ് 2ാം തവണയും വിജയം ആവർത്തിച്ചത്. എന്നാൽ പെട്ടെന്ന് വടകരയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി 86,000-ഓളം വോട്ടുകൾക്ക് P. ജയരാജനെ പരാജയപ്പെടുത്തിയപ്പോൾ വട്ടിയൂർക്കാവ് ഒഴിയേണ്ടി വന്നു. അന്ന് മുതലാണ് കോൺഗ്രസ്സിന് കണ്ടകശനി തുടങ്ങിയത്. വട്ടിയൂർക്കാവ് എന്ന നഗരഹൃദയത്തിലുള്ള മണ്ഡലം നഷ്ടപ്പെടാൻ തുടങ്ങിയത്. കെ മുരളീധരനിലൂടെ അത് തിരികെ പിടിക്കണം എന്ന ആഗ്രഹം കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തമായി ഉണ്ടുതാൻ. അതിൻ്റെ ഭാഗമായി ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന രീതിയിൽ കോർപ്പറേഷനിൽ ഏതെങ്കിലും ഒരു വാർഡിൽ നിന്നാൽ കോൺഗ്രസിൻ്റെ മറ്റുള്ള നേതാക്കൾക്ക് വലിയൊരു മൊറയിൽ ബൂസ്റ്റ് ആയിരിക്കും എന്ന സാന്നിധ്യമാണ്. നമുക്കറിയാം നിലവിൽ കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ ശരിക്കും CPIMൻ്റെ ഉന്നത നേതാക്കൾ പറയുന്നതനുസരിച്ച് കേൾക്കുന്നതല്ലാതെ സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയില്ല. അതിനോടൊപ്പം അഹങ്കാരവും താൻപോരിമയും. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രത്തോളം അഹങ്കാരവും താൻപോരിമയും കാണിച്ചിട്ടുള്ള നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷത്തിൻ്റെ അനാസ്ഥ കാരണം BJP കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരവസ്ഥയിൽ നിന്നും തിരുവനന്തപുരത്തെ മോചിപ്പിക്കാൻ തന്നെയാണ് തൻ്റെ ശ്രമമെന്നാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.